പവിത്രത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ചന്ദ്രശേഖരൻ ശ്രീകാന്തിനോട് പറയുകയാണ്, ഇനി ആര് വിചാരിച്ചാലും നമുക്കിതിൽ പങ്കുണ്ടെന്ന് തെളിയിക്കാൻ പറ്റില്ല. രേഖകൾ പ്രകാരം നമ്മൾ ആ പരിസരത്ത് ഉണ്ടായിരുന്നില്ല എന്നതിന് തെളിവുകളുണ്ടല്ലോ, പിന്നെ എന്തിനു പേടിക്കണം? പക്ഷേ ദർശൻ വേദയുമായുള്ള വിവാഹത്തിന് സമ്മതിക്കുന്ന മട്ടില്ല എന്ന്. ഇത് കേട്ട് ശ്രീകാന്ത് പറഞ്ഞു, വേദയും ഈ വിവാഹത്തിന് സമ്മതിക്കില്ല. ഫാക്ടറിയും സ്ഥാപനങ്ങളും അവൾക്ക് വന്നു ചേരുമെന്ന് അവൾക്ക് വ്യക്തമായി അറിയാം. ഒരിക്കൽ എന്റെ കസേരയിൽ വിക്രത്തെ ഇരുത്തുമെന്ന് അവൾ എന്നെ ഭീഷണിപ്പെടുത്തിയതാ, ശ്രീകാന്ത് പറഞ്ഞു. പുളിക്കനെ ഇല്ലാതാക്കിയതുപോലെ വിക്രത്തിനെയും ഇല്ലാതാക്കണം. അത് സംഭവിച്ചാൽ പിന്നെ വേദയ്ക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരാൾ ദർശനാകും. അങ്ങനെ അവരെ അടുപ്പിക്കാൻ അത് സഹായിക്കും, ചന്ദ്രശേഖരൻ പറഞ്ഞു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ചന്ദ്രശേഖരനെ ജോണി വിളിക്കുകയാണ്. പുളിക്കനെ കൊലപ്പെടുത്തുമ്പോൾ അനിയൻകുട്ടൻ അവിടെ ഉണ്ടായിരുന്നുവെന്നും വാസവനും ശ്രീനിവാസനും കൂടി മീറ്റ് ചെയ്ത കാര്യവും ജോണി ചന്ദ്രശേഖരനോട് പറയുകയാണ്. വിക്രമിന്റെ കൂട്ടുകാരൻ അനിയൻകുട്ടൻ എന്തൊക്കെയോ പിച്ചും പേയും പറയുന്നത് പോലെ വിളിച്ചു പറയുകയാണെന്ന്. അവന് ശരിക്കും ഓർമ്മ തെളിയുന്നതിന് മുൻപ് നമുക്കവനെ ഇല്ലാതാക്കണം, ചന്ദ്രശേഖരൻ ശ്രീകാന്തിനോട് പറയുകയാണ്. വേദ ശങ്കറിനോട് പുളിക്കൻ കൊല്ലപ്പെട്ട കാര്യം അറിഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. അതിനു പിന്നിലും ചിലപ്പോ വിക്രമായിരിക്കും എന്ന് ശങ്കരൻ പറയുന്നു. വരുൺ കൊല്ലപ്പെട്ട സമയത്ത് ആ പരിസരത്തില്ലാതിരുന്ന വിക്രമിനെ പ്രതിയാക്കിയവർക്ക് ഇതിലും വിക്രമിനെ പ്രതി ചേർക്കാം എന്ന് വേദ പറഞ്ഞു. വിക്രം ആ നേരത്ത് അവിടെ ഉണ്ടായിരുന്നില്ലെന്ന് നിനക്കെങ്ങനെ അറിയാം എന്ന് ശങ്കരൻ ചോദിക്കുകയാണ്. എന്നോളം വിക്രത്തെ അറിയുന്നവർ വേറെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിക്രത്തിന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോവുകയാണ്. എനിക്ക് വിക്രത്തെ പിരിഞ്ഞിരിക്കാൻ സാധ്യമല്ലെന്ന് ബോധ്യമായി, വേദ പറഞ്ഞു. അന്ന് നീ പറഞ്ഞ കാരണങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്നിട്ടും നീ തിരിച്ചു പോവുകയാണെങ്കിൽ അന്ന് നീ പറഞ്ഞ കാരണങ്ങളൊന്നുമല്ല യഥാർത്ഥത്തിലുള്ളത് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. അതിന്റെ യഥാർത്ഥ കാരണം എന്താണ്? ശങ്കരൻ ചോദിക്കുകയാണ്. അതിന്റെ കാരണം അച്ഛനെ വേദനിപ്പിക്കുന്നതാണ്. അത് ഞാൻ തന്നെ അച്ഛനോട് പറയും. പക്ഷേ അതിനു മുൻപ് എനിക്ക് നിയമപരമായി ചിലത് ചെയ്യാനുണ്ട്. ഏറിയാൽ 2 ദിവസം. അതിനുശേഷം ഞാൻ തന്നെ എല്ലാം അച്ഛനോട് പറഞ്ഞോളാം, വേദ പറഞ്ഞു. നീ എന്തായാലും അങ്ങനെ അച്ഛനോട് പറയേണ്ടിയിരുന്നില്ല, വിക്രം പറഞ്ഞു. ശ്രീയേട്ടനും അച്ഛനും തമ്മിൽ ഈ വിഷയം സംസാരിക്കണം. വന്ന് ആരെയും വിശ്വാസമില്ലാണ്ടായി വരുവാ എനിക്ക്, വേദ പറഞ്ഞു. എന്നെയും വിശ്വാസമില്ലാണ്ടായോ എന്ന് വിക്രം ചോദിക്കുകയാണ്. അതിന് നീയും ഞാനും എന്ന വേർതിരിവുണ്ടോ നമ്മൾ തമ്മിൽ, വേദ ചോദിക്കുകയാണ്. ഇത് കേട്ട് വിക്രം വേദയെ ചുംബിക്കാൻ ഒരുങ്ങുകയാണ്. അപ്പോഴേക്കും ജോസഫിന്റെ കോൾ വരുന്നു. വിക്രം ഇന്ന് രാത്രി വേദയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമെന്ന് ജോസഫിനോട് പറയുകയാണ്. പുളിക്കനെ അവർ കൊല്ലുന്നത് അനിയൻകുട്ടൻ കണ്ടിട്ടുണ്ടെന്നും അനിയൻകുട്ടന്റെ മാനസിക നില ഇപ്പോൾ അത്ര ശരിയല്ലെന്നും പുളിക്കനെ കൊന്നവർക്ക് വിക്രവുമായിട്ട് എന്തോ കണക്ഷൻ ഉണ്ടെന്നും ജോസഫ് വിക്രമിനോട് പറഞ്ഞു. വീട്ടിൽ വന്ന് കയറിയ ശ്രീകാന്ത് മുറിയിലിരിക്കുന്ന വർഷയെയും കുഞ്ഞിനെയും തീരെ ശ്രദ്ധിക്കുന്നില്ലെന്ന് പറഞ്ഞ് വർഷ ശ്രീകാന്തിനോട് ചൂടാവുകയാണ്. ഞാൻ ഈ പെടാപ്പാട് വിടുന്നതെല്ലാം നമ്മുടെ കുഞ്ഞിന് വേണ്ടിയല്ലേ എന്ന് ശ്രീകാന്ത് ചോദിക്കുകയാണ്. പിന്നീട് വേദയെക്കുറിച്ചും ശ്രീകാന്ത് ചോദിച്ചു. വേദ ഇപ്പോൾ മുറിയിൽ നിന്ന് തീരെ പുറത്തേക്ക് ഇറങ്ങാറില്ലെന്നും ഒരിക്കൽ ആൺ ശബ്ദത്തിൽ പാട്ട് കേട്ടെന്നും ചോദിച്ചപ്പോൾ മിമിക്രി കാണിച്ചതാണെന്ന് പറഞ്ഞുവെന്നും വർഷ ശ്രീകാന്തിനോട് പറയുകയാണ്. ഇത് കേട്ട് വേദയുടെ മുറിയിലേക്ക് പോകാനൊരുങ്ങുകയാണ് ശ്രീകാന്ത്. ശങ്കരൻ ശ്രീകാന്തിനെ വിളിക്കുന്നു. വേദയെ തിരിച്ചു വീട്ടിലേക്ക് കൊണ്ടുവരാൻ വിക്രമിനെതിരെ ഞാൻ അറിയാതെ നീ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്, ശങ്കരൻ ശ്രീകാന്തിനോട് ചോദിക്കുകയാണ്. അപ്പോ പുതിയൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.